നമ്മളെ അടുത്ത വണ്ടി എത്തിയിട്ടുണ്ട്. നമുക്ക് എത്ര ഫ്രോൺസ് ആണ്, ഒരു 2025 ഫ്രോൺസ് ആണ് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഈ വണ്ടി നമുക്ക് വയനാട് ഭാഗത്ത് നിന്നാണ്. വളരെ കൂടുതലായിട്ടുള്ള അപ്ഡേഷൻസ് ഒന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ചധികം മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ നമുക്ക് മിക്ക ഫ്രോൺസും ചെയ്യുന്ന ഒരു സംഭവമാണ് ഡീക്രോം. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഈ ഒരു ഗ്രിൽ എലമെന്റ്സിൽ വരുന്ന ഈ ഒരു മുകൾ ഭാഗത്തിട്ടുള്ള ഈ ഒരു ക്രോം പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീക്രോം ചെയ്യും. അതുപോലെ വിത്ത് ലോഗോ അടക്കം നമ്മൾ അതിനെ ഡീക്രോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ അണ്ടർ പോർഷനിൽ വരുന്ന ഈ ഒരു സിൽവർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു സിൽവർ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യുന്നത്. സൈഡിൽ വരുമ്പോൾ നമ്മൾ വലിയ അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മൾ ബാറ്റ്മാൻ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്യും. പിന്നീട് മാറ്റം നമ്മൾ കൂളിംഗ് ഫിലിമാണ് കേട്ടോ. നമ്മൾ 50% ലീഗലായിട്ടുള്ള കൂളിംഗ് നമ്മൾ ഒരു വണ്ടി ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ചിലപ്പോൾ ചെയ്യും, സൈഡും ബാക്കും എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള മാറ്റം നമ്മൾ റിയർ പോർഷനിലാണ്. റിയർ പോർഷനിൽ നമ്മൾ ഒരു ബാറ്റ്മാൻ ടൈപ്പ് സ്പോയിലർ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ലോഗോ, സുസുക്കിയുടെ ലോഗോയും ഈ ഫോൺസ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമ്മൾ ഡീക്രോം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ എലമെന്റ്സ് ഉണ്ട്, അണ്ടർ പോർഷനിൽ വരുന്ന ഈ ഒരു സിൽവർ എലമെന്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ലൈറ്റ്സ് കണ്ടോ, നമുക്ക് ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ്, പക്ഷേ നമുക്ക് കത്തുന്ന അതായത് പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ ഇങ്ങനെ 3 രൂപത്തിലുള്ള ലൈറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതും ഇതിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റിച്ച് ആണ് കേട്ടോ. അപ്പൊ നമ്മളൊരു കാർബണിൽ വരുന്ന സ്റ്റിയറിംഗ് സ്റ്റിച്ച് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വണ്ടിയിൽ നമുക്ക് റിവേഴ്സ് ക്യാം ഇല്ല കണ്ടോ. അപ്പൊ നമ്മൾ ഓണാണ്, റിവേഴ്സ് ക്യാം വേണ്ട, നമ്മൾ ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് റിവേഴ്സ് ക്യാം ഇല്ല കണ്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് റിവേഴ്സ് ക്യാമും ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റൂഫിൽ വരുന്ന വൈറ്റ് ബൾബുകൾ കണ്ടോ, നമുക്ക് സാധാ ഒരു യെല്ലോ ഷെയ്ഡ് ബൾബ്സ് ആണ് വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ആ ഒരു വൈറ്റ് ഫോൺസിന്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്, കാരണം ആ ക്രോം എലമെന്റ്സ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അണ്ടർ പോർഷനിൽ വരുന്ന ഈ ഒരു കളർ നമുക്ക് സിൽവർ ആയിരുന്നല്ലോ, അപ്പൊ അത് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു 3 പീസ് സ്പ്ലിറ്റേഴ്സ്, അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു 3 പീസ് സ്പ്ലിറ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ വരുമ്പോൾ നമ്മൾ ലീഗലായിട്ടുള്ള നമ്മളൊരു ടിൻഡ് ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊറിയന്റെ ഫിലിമാണ് സൈഡിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പൊ ഇതാണ് നമ്മള് റിവേഴ്സ് ക്യാം കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റിവേഴ്സ് ക്യാമാണ് നമ്മൾ ചെയ്തത്. വോയിസ് ഇഷ്ടമാണ്, വോയിസ് നമുക്ക് റിവേഴ്സ് ക്യാം ആഡ് ചിലത് അറിയാം കേട്ടോ. അപ്പൊ ഞാൻ അറിയാത്തവരോട് പറയുന്നത് നമുക്ക് കമ്പനി കൊടുക്കുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് റിവേഴ്സ് ക്യാം ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗ് കവർ കണ്ടോ, സ്റ്റിയറിംഗ് കവർ നമ്മൾ കാർബണിൽ വരുന്ന ആ ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂഫിന്റെ ബൾബെല്ലാം നമുക്കൊരു വാം കളർ ആയിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു വൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെറിയ മാറ്റങ്ങൾ. മെയിൻലി നമ്മൾ ഡീക്രോം ആണ്, അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സൽ സ്പ്ലിറ്റേഴ്സും അതേപോലെ ബാക്ക്മാൻ സ്പോയിലറും ദെൻ നമ്മളെ ഒരു റിവേഴ്സ് ക്യാമും അതേപോലെ സ്റ്റിയറിംഗ് സ്റ്റിച്ചും ആണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ഈ നമ്പറിൽ ദയവ് കോൺടാക്ട് ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, അപ്പോൾ കമന്റ്സ് ഒന്നും നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് വണ്ടിന്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.